എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. നിങ്ങൾ എല്ലാവരെയും ബഹുമാനപുസ്തകം ഹാർദമായി സസന്തോഷം എൻ്റെ 70ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ഈ ക്ലാസ് ആരംഭിക്കാം. ഓക്കെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൗൺ ക്ലോസുകൾ എങ്ങനെ ഉണ്ടാക്കുമെന്നാണ് പഠിച്ചുകൊണ്ട് ആണ് ക്ലാസ് അവസാനിപ്പിച്ചത്. അതായത് ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് നൗൺ ക്ലോസുകൾ ഉണ്ടാക്കുക എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവസാന ഭാഗത്ത് കാണിച്ചു തന്നത്. അതായത് വാട്ട്, വിച്ച്, വേർ, അങ്ങനത്തെയൊക്കെ. അത്തരം ഡൗൺ ക്ലോസ് ഉണ്ടാക്കുന്ന കൺജക്ഷനുകൾ വെച്ച് നമുക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഇനിയും അതുപോലെയുള്ള നൗൺ ക്ലോസ് ഉണ്ടാക്കുന്നതിനുള്ള കൺജക്ഷനുകൾ, നമുക്കതിനെ നൗൺ ക്ലോസ് കൺജക്ഷൻസ് പറയാം. അത്തരം കൺജക്ഷൻസ് വേറെയുമുണ്ട്. അവയുടെ പ്രയോഗവും നമ്മൾ പഠിക്കുക. എങ്ങനെയാണ് നമ്മൾ അത് വാചകത്തിൽ പ്രയോഗിക്കുക. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വെച്ചാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് അതൊന്നും കൂടി ആവർത്തിക്കുക. അതിനിടയിൽ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു വരുന്നതിനായി ഒരു അഭ്യാസം തന്നിരുന്നു. 5-8 വാചകങ്ങൾ
ആണ് നിങ്ങൾക്ക് തർജ്ജമ ചെയ്ത് നിങ്ങൾ കൊണ്ടുവരേണ്ടിയിരുന്നത്. എത്ര പേരത് ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് കണ്ട് അത് നിങ്ങൾ എഴുതിക്കൊണ്ടുവന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് തിരുത്തുക. ഇനി നമുക്ക് കുറച്ച് വാചകങ്ങൾ ഞാൻ ബോർഡിൽ എഴുതാം, അതുകൾ നോക്കുക. ഓക്കെ, ഏറ്റവും ലളിതമായ വാചകങ്ങൾ ഉദാഹരണം ഞാൻ അവിടെ എഴുതി നോക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം ഇല്ലേ? ഐ നോ എന്താണ് ഏറ്റവും ലളിതമാണ്, എനിക്ക് അറിയാം, അത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഐ നോ. ഇനി അതിൻ്റെ നെഗറ്റീവ് അഥവാ നിഷേധവാക്യം എന്തായിരിക്കും? അതാണ് താഴെയിൽ. നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നോ എന്നുള്ളത് എൻ്റെ നെഗറ്റീവ് ആക്കുമ്പോൾ എന്താ ചേർക്കേണ്ടത്? ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉള്ളതായത് കൊണ്ട് നമ്മൾ എന്തായിരിക്കണം? നോ എന്നുള്ളതിനെ നിഷേധമാക്കുമ്പോൾ പിരിച്ചെഴുതുമ്പോൾ ഡു നോ എന്നാണ് കിട്ടുക. അതിൻ്റെ ഇടയിൽ അപ്പം എന്ത് ചെയ്യുക? നോട്ട് ചേർക്കുക. അപ്പം എന്താണ് കിട്ടുക? ഐ ഡോണ്ട് നോ എന്ന് കിട്ടും. എന്തായിരിക്കും അർത്ഥം? എനിക്ക് അറിയില്ല അല്ലേ? ശരിയല്ലേ? എനിക്കറിയില്ല എന്നല്ലേ? നിങ്ങൾ നിഷേധവാക്യങ്ങളൊക്കെ എഴുതി കുറെ പഠിച്ചിട്ടില്ലേ? പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എന്താണ് വരിക? ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഐ ഡോണ്ട് നോ എന്ന വാക്കിൻ്റെ അർത്ഥം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വളരെ രസകരമായ ഒരു സംഭവം കടന്നു വരുന്നു. അതൊന്നും ഞാൻ ചെറുതാക്കി നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആ കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റാണ്, നന്നായി പഠിക്കും. അപ്പോൾ ടീച്ചർ ഒരു അഭ്യാസം കൊടുത്തു, ഇംഗ്ലീഷ് ടീച്ചർ. അത് കുറച്ച് വാചകങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇതിൻ്റെ അർത്ഥമില്ല. ഐ ഡോണ്ട് നോ എന്നത് അതിൽ ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ, അവൾക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല. അപ്പോൾ അവൾ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്, എന്താണ് ഐ ഡോണ്ട് നോയുടെ അർത്ഥം? അച്ഛൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറയേ, ഇത് എനിക്കറിയില്ല, ഞാൻ ഇംഗ്ലീഷൊക്കെ പഠിച്ചേക്ക് എന്താ അച്ഛനറിയില്ല എന്നിട്ട് കളിയാക്കണ്ട പറഞ്ഞ വീട്. അതല്ല ഞാൻ പറഞ്ഞ, എനിക്കറിയില്ല അത്. കുട്ടി പിന്നെ ചോദിക്കും, അച്ഛക്കളി തമാശ പറയാൻ എനിക്ക് അർത്ഥം പറഞ്ഞ, അതല്ല എനിക്ക് പറഞ്ഞ, എനിക്കറിയില്ല. അപ്പം കുട്ടിക്ക് ദേഷ്യപ്പെട്ടു. പിന്നെ കുട്ടി അമ്പേരെ എത്തിക്കത്തു. അമ്പോ LLB പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദിച്ചു എത്ര ആയിട്ട് കൊണ്ടുവന്ന അർത്ഥം? അപ്പോൾ പറഞ്ഞ് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് കാര്യം. അപ്പം അച്ഛൻ പറഞ്ഞ പോലെ 2-3 ആവശ്യത്തിന് 50 നേരം എനിക്കറിയില്ല എന്ന് പറയാം. ഞാൻ കൺഫ്യൂഷനായി. അങ്ങനെ 2 പേരും ഇതേപോലെ ആയിപ്പോൾ കുട്ടി എൻ്റെ അടുത്ത് വന്നു. കാരണം ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. ഒരു തെറ്റ് ഒരിക്കലും വരുത്താറില്ല. അപ്പോൾ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിലുള്ള ആ മതിപ്പ് പോകുന്നുള്ള പേടിക്കാരൻ എൻ്റെ അടുത്ത് വന്നത്. എന്നോട് അങ്ങ് ബാബ എന്താണ് ഈ ഐ ഡോണ്ട് അർത്ഥം? ഞാനും പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു എന്താ എല്ലാവരും ചോദിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം അറിയാത്തത്? അപ്പോൾ കുട്ടി എന്നോട് ചോദിച്ചു, മാഷക്കറിയില്ലേ ഇത്? അപ്പോൾ എന്താ കുട്ടി ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തി ആ കാര്യം പിടികിട്ടി. ഞാനെന്ത് ചെയ്തു? ഒരു ചോക്കെടുത്ത് ബോർഡിൽ ഇങ്ങനെ എഴുതി. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്: ഫ്ലവർ ഈക്വൽ ടു പൂവ്, എലഫന്റ് ഈക്വൽ ടു ആന, ഐ ഡോണ്ട് നോ എനിക്കറിയില്ല. ഇത് കേട്ടോടെ ആ കുട്ടി ചിരിയോടെ ചിരി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായിട്ട് എന്താണത്? എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലത് വേറെ വിദ്യകൾ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഐ ഡോണ്ട് നോയുടെ അർത്ഥം എന്താണ്? എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ഉറപ്പാണല്ലോ. ഇനി
ഇതിലിപ്പോൾ എനിക്കറിയാം ഇതിൽ സബ്ജക്റ്റ് ഉണ്ട്, വെർബുണ്ട്. ഓബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. ഐ ഡോണ്ട് നോ എന്നതിൽ സബ്ജക്റ്റും ഉണ്ട്, വെർബുണ്ട്. ഓബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. നമുക്ക് ഒരു ഓബ്ജക്റ്റ് അതിൻ്റെ കൂട്ടി നമുക്ക് വെക്കുക, കൂട്ടി എഴുതാം. അപ്പം അതിൻ്റെ എന്താർത്ഥമെന്ന് നമുക്ക് നോക്കാം. ഇനി നോക്കുക, ഇപ്പം ഞാൻ അതിൽ ഇംഗ്ലീഷ് ചേർത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് എന്നുള്ള വാക്ക് അത് ചേർത്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. അതിൻ്റെ മലയാളം പറയാതെ തന്നെ അറിയാം, എങ്കിലും ഞാൻ എഴുതിയില്ല. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇതിൽ ഇംഗ്ലീഷ് എന്നുള്ളത് എന്താണ് നമുക്കറിയാം. എന്താണ്? ഓബ്ജക്റ്റ് അല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള പദം ഓബ്ജക്റ്റാണ് എന്ന് നമുക്കറിയാം. ഇനി നോക്കുക, അപ്പോൾ ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അതുപോലെ ഐ ഡോണ്ട് നോ ഹിന്ദി, അത് ഈ ഇംഗ്ലീഷ് എന്നത് മാറ്റി വേണമെങ്കിൽ ഹിന്ദി എന്ന ഡൗട്ട് വയ്ക്കുക. അപ്പം എന്തായിരിക്കും? ഐ ഡോണ്ട് നോ ഹിന്ദി, ഈ ഹിന്ദി അറിയില്ല. അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ അത് മാറ്റി വേണമെങ്കിൽ രാജ്യം വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഐ ഡോണ്ട് നോ രാജ്യം, എനിക്ക് രാജ്യനെ അറിയില്ല. അത് മാറ്റി വേണമെങ്കിൽ ഹിം എന്ന് വെക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ ഹിം, എനിക്ക് അവരെ അറിയില്ല. വേണമെങ്കിൽ അത് റാഡി എന്ന് വെക്കുകയാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്തിട്ട് ഐ ഡോണ്ട് നോ റാഡി, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ ആ റാഡി മാറ്റി ഹെർ എന്ന് വെക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ ഹെർ. അങ്ങനെ ഇനി അത് മാറ്റി പറയുന്നത് ദം വെക്കുന്നത് ഐ ഡോണ്ട് നോ ദം, എന്തോ എനിക്ക് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് പല ഓബ്ജക്റ്റിൽ മാറി മാറി വെച്ച് കുറേ വാചകങ്ങൾ ഉണ്ടാക്കാം. വളരെയധികം സ്പോക്കൺ ഇംഗ്ലീഷ് വളരെയധികം പ്രയോഗിക്കപ്പെടുന്ന ഒരു വാചകം ഐ ഡോണ്ട് നോ. ഐ ഡോ എനിക്കറിയാം. അത് ആ നോ വെച്ചും ഇതുപോലെ കുറേ എഴുതാൻ നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഈ ഇംഗ്ലീഷ് എന്നുള്ള പദം നമുക്ക് എന്താണെന്ന് അറിയാം, ഓബ്ജക്റ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ഈ നോ കഴിഞ്ഞ് വരുന്ന സ്ഥാനത്ത് വരുന്ന ഇത് എന്തായിരിക്കും? ഓബ്ജക്റ്റ് ആയിരിക്കും അല്ലേ? സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷിൽ വരിക എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് വേറെ ചില വളരെ ലളിതമായ ചില വാചകങ്ങൾ ഞാൻ താഴെ എഴുതിയിടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് ഈ ഇംഗ്ലീഷ് എന്നുള്ള അത് റീപ്ലേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ 2 വാചകങ്ങൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ഹീ സെഡ്, അതെൻ്റെ അർത്ഥം അറിയാത്തതില്ല, അവൻ പറഞ്ഞു. അടുത്തത് 2 ഹീ സെഡ്, അതിൻ്റെ കൂടെ ഒരു അഡ്വർബ് ചേർത്തിട്ട് സോ, അവൻ അപ്രകാരം പറഞ്ഞു. സോദറ്റ് അപ്രകാരം, അതുകൊണ്ട് ഇതൊക്കെയാണ് ഇവിടെ വരിക അപ്രകാരം. ഹീ സെഡ് സോ, അവൻ അപ്രകാരം പറഞ്ഞു. ഇനി നോക്കുക, നമ്മൾ ഈ വാചകത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ വാട്ട് എന്ന ഡൗൺ ക്ലോസ് ഉണ്ടാക്കാവുന്ന കൺജക്ഷനാണ് വാട്ട് എന്നറിയാം. ആ വാട്ടിൻ്റെ അർത്ഥം എന്തെന്ന് നമുക്കറിയാം അല്ലേ? ഇതൊക്കെ എഴുതി എന്നുള്ളതാണ്. അത് ചേർക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ വാട്ട് എന്ന് ചേർക്കുകയാണെങ്കിൽ വാട്ട് ചേർത്തു. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയാം. എന്താണത്? അത് വാട്ടിൻ്റെ അർത്ഥം പറയാം അല്ലേ? എന്ത്? ഹീ സെഡ്, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. അവൻ പറഞ്ഞു. വാട്ട് ഹീ സെഡ്, അവൻ എന്ത് അവൻ പറഞ്ഞു എന്ന്, അല്ലെങ്കിൽ എന്നത് ആണ് ഇതിൻ്റെ അർത്ഥം വരിക. എന്താണ് അർത്ഥം വരിക? എന്ത് അവൻ പറഞ്ഞു എന്ന്, അങ്ങനെ അർത്ഥമെടുക്കാം. അല്ലെങ്കിൽ എന്ത് അവൻ പറഞ്ഞു എന്നത്, അങ്ങനെ 2 തരത്തിൽ അർത്ഥമെടുക്കുക. മനസ്സിലായി? അപ്പോൾ ഇതെന്ത് ഇതിൻ്റെ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവായി എന്തവൻ പറഞ്ഞു എന്നത്. ഈ നോക്കുക, അപ്പോൾ നമുക്ക് ഈ ഇംഗ്ലീഷിൽ നിന്നുള്ള ഭാഗമില്ലേ, ആ ഭാഗം എടുത്തിട്ട് ഇത് വയ്ക്കാം. ഇതെന്താണ്? ഡൗൺ ക്ലോസ് ആയി എന്ന് പറയാം. അപ്പോൾ ഇത് വാചകം എന്നത് എന്ന് വരുമ്പോൾ ആ സംഗതി എന്ത് അവൻ പറഞ്ഞു എന്ന്, അപ്പം എന്താ ചെയ്ത്? അത് ഡൗൺ ക്ലോസ് ആയി. അത് ഇവിടെ മാറ്റി എന്തെന്ന് വരും? ഐ ഡോണ്ട് നോ വാട്ട് ഹീ സെഡ്. അപ്പം എങ്ങനെ അർത്ഥം പറയാ? എന്ത് അവൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഏതുകൊണ്ട്? വാട്ട് ഹീ സെഡ് എന്നത് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എന്തായി വരും? ഐ ഡോണ്ട് നോ
വാട്ട് ഹീ സെഡ്. അപ്പൊ ഇംഗ്ലീഷിന്റെ സാരത്ത് എന്ത് വരും? ഇത് വാട്ട് ഹീ സെഡ് എന്നുള്ളത് വരും. അപ്പൊ എന്താണ് ഇത് വരിക? അപ്പൊ ഈ വാട്ട് ഹീ സെഡ് എന്ന ഡൗൺ ക്ലോസ് ഇവിടെ എന്തായിട്ട് വരും? ഓബ്ജക്റ്റ് ആയിട്ട്, അല്ലേ? അങ്ങനെയല്ലേ വരിക? നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതിയിടാം, ഒന്ന് കാണാനായിട്ട്. ഇപ്പൊ ഞാൻ അവിടെ നോക്കിയേ, ഐ ഡോണ്ട് നോ വാട്ട് ഹീ സെഡ് എന്ന് എഴുതിയിട്ട് ഇതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം അല്ലേ? എന്ത് അവൻ പറഞ്ഞു എന്ന്, അല്ലെങ്കിൽ എന്നത്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എനിക്കറിയുന്നതിന്റെ ഭാഗം. അപ്പോ ഐ ഡോണ്ട് നോ കഴിഞ്ഞ് ഇംഗ്ലീഷ് എന്ന ഓബ്ജക്റ്റിന്റെ സാരത്ത് ഇവിടെ എന്താ വരുന്നത്? വാട്ട് ഹീ സെഡ്, അവൻ എന്ത് അവൻ പറഞ്ഞു എന്ന്, അല്ലെ? അപ്പൊ വാട്ട് ഹീ സെഡ് എന്നുള്ളത് ഓബ്ജക്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ അത് നൗൺ തുല്യമാണ്, നൗൺ ക്ലോസ് ആണെന്നൊക്കെ വ്യക്തമായി. ഇനി ഇത് വേണമെങ്കിൽ ഈ സബ്ജക്റ്റിന്റെ സ്ഥാനത്തും വെച്ച് പറയാം, അത് നമുക്ക് നോക്കാം. പിന്നെ അതിനു മുമ്പ് വേറെ ഈ അടുത്തതിലേക്ക് വരാം. രണ്ടാമത്തെ എന്താ? ഹി സെഡ് സോ. അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, അവൻ അപ്രകാരം പറഞ്ഞു. ഈ അവൻ അപ്രകാരം പറഞ്ഞു എന്നതിന്റെ മുമ്പിൽ നമ്മള് ഇത് വെക്കുകയാണെന്ന് വിചാരിക്കുക. വൈ എന്നുള്ളത് വെക്കുകയാണെങ്കിൽ, ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? അപ്പൊ ഇതിന്റെ എന്തുകൊണ്ട് എന്ന് വെച്ച് തുടങ്ങാം, അല്ലെ? എന്തുകൊണ്ട് അവൻ അപ്രകാരം പറഞ്ഞു, അതിന് ശേഷം എന്ന് അല്ലെങ്കിൽ എന്നത് ചേർക്കുക. അപ്പൊ എന്തായിരിക്കും വരിക? ഐ ഡോണ്ട് അവ ചേർക്കുക. എന്തുകൊണ്ട് അവ അപ്രകാരം പറഞ്ഞു. ഇത് ഐ ഡോണ്ടിന്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? എന്തുകൊണ്ട് അവൻ അപ്രകാരം പറഞ്ഞു എന്ന് എനിക്കറിയില്ല എന്താവും, അല്ലേ? അപ്പം ഇത് എന്തായിട്ട് വരും? ഒരു ഡൗൺ ക്ലോസ് ആയിട്ട് വരും. അതെന്തായിട്ട് വരും? ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് വേറെ വരാം. ഇതിന്റെ സ്ഥാനത്ത് നമ്മള് വെൻ എന്ന് ചേർക്കുകയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വെൻ വയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? വെന്നത്തെ എപ്പോൾ. അപ്പൊ എപ്പോൾ അവൻ അപ്രകാരം പറഞ്ഞു എന്ന്, അല്ലെങ്കിൽ എന്നത് എന്ന് വരും. ഇവിടെ വേറ് വയ്ക്കുകയാണെങ്കിൽ വേർ ഹീ സെഡ് സോ, എവിടെ വെച്ച് അവൻ അങ്ങനെ പറഞ്ഞു എന്ന്. അങ്ങനെയൊക്കെ നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. അതും ഞാൻ ഒന്നെണ്ണം അവിടെ എഴുതാം. അപ്പൊ നമുക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടും. എല്ലാത്തിൻ്റെയും മലയാളം എഴുതില്ല, ഒരെണ്ണത്തിൻ്റെ മലയാളം നമുക്ക് മാതൃകയായിട്ട് ഞാൻ എഴുതിയിടാം. കാരണം എല്ലാം കൂടി എഴുതുമ്പോൾ അത് കൺഫ്യൂഷൻ ആവണ്ട, അതിൽ ആകെ ചവറ് പോലെയാവും. ഓക്കെ, അപ്പോൾ ഞാനത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വൈ ഹീ സെഡ് സോ. അപ്പൊ നമുക്ക് എങ്ങനെ അർത്ഥം പറയാ? എന്തുകൊണ്ട് അവ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അപ്പോ വൈ ഹീ സെഡ് സോന്റെ അർത്ഥം എന്തുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല എന്നുള്ളത് ഐ ഡോണ്ട് നോ. അവ സബ്ജക്റ്റും വെർബും കഴിഞ്ഞ് മറ്റേത് മുഴുവൻ എന്താണ്? ഓബ്ജക്റ്റ്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഡൗൺ ക്ലോസ് കൺജക്ഷൻ ഉപയോഗിച്ച് ഒരു ഓബ്ജക്റ്റ് ആയിട്ടുള്ള വാചകം എഴുതാവുന്നതും അതെങ്ങനെ ഒരു വാചകത്തിൽ ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാമെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ വൈ എന്നുള്ളത് മാറ്റി വെൻ വയ്ക്കാം. അപ്പൊ വെൻ വെച്ച എന്തായിരിക്കും പറയാ? വെൻ ഹീ സെഡ് സോ എന്നാണെങ്കിൽ എന്താ വരിക? വൈ മാറ്റി അവിടെ വെൻ വെക്കുന്നെങ്കിൽ എപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞു എന്ന്. അപ്പൊ അത് വെച്ച് റീപ്ലേസ് ചെയ്ത് പറഞ്ഞു നോക്കി, ഐ ഡോണ്ട് നോ വെൻ ഹീ സെഡ് സോ എന്ന് പറഞ്ഞാൽ എപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അപ്പോൾ വെൻ വെച്ചിട്ടുള്ള ഒരു
ഡബിൾ കോഴ്സ് ഓബ്ജക്റ്റ് ആയിട്ട് വരുന്നത് കണ്ടു. അതുപോലെ അവിടെ വേറെ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. വൈ അവിടെ അപ്പം എന്താ വരിക? വേർ ഹീ സെഡ് സോ. വേർ ഹീ അല്ല വേർ ഹീ സെഡ് സോ. അപ്പൊ എന്താ പറയുക? എവിടെ അവൻ അങ്ങനെ പറഞ്ഞു എന്ന്. അപ്പോ വേർ ഹീ സെഡ് സോ അത് എന്നുള്ളത് ഐ ഡോണ്ട് നോ കഴിഞ്ഞിട്ട് അതിന് ഇംഗ്ലീഷിനെ മാറ്റി അവിടെ വെക്കുകയാണെങ്കിൽ എന്ത് വരും? ഐ ഡോണ്ട് നോ വേർ ഹീ സെഡ് സോ. അപ്പൊ എന്താ വരിക? എവിടെ അവൻ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മള് വേറുപയോഗിച്ച് എങ്ങനെ ഒരു വാചകത്തെ ഡൗൺ ക്ലോസ് ആക്കാമെന്നും അതെങ്ങനെ ഒരു ഓബ്ജക്റ്റ് ആക്കാമെന്നും നമ്മൾ കണ്ടു. അപ്പൊ നൗൺ ക്ലോസ് ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നല്ലവണ്ണം പിടികിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി വേണമെങ്കിൽ ഇപ്പോ വാട്ട് ഹി സെഡ് നമുക്കറിയാം. അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് അവൻ പറഞ്ഞു എന്നാണല്ലേ. വാട്ട് ഹി സെഡിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞു. ഇത് എന്നത് എന്ന് അർത്ഥമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വരുന്നത് അത് നമുക്ക് നോക്കാം. എന്തുകൊണ്ട് അവൻ പറഞ്ഞു എന്നുള്ളത് വേണമെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കും. അതെങ്ങനെ? നമുക്ക് ആ വാചകം നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഒരെണ്ണം എഴുതാം. നമുക്ക് ഈ വാർത്ത സത്യമായിട്ടുള്ളത് ആണ് എന്നുള്ളത് എടുക്കുക. നിങ്ങൾക്കറിയായില്ലേ, ഇതിൽ സബ്ജക്റ്റാണ് ഇത് വാർത്ത. കാരണം വാർത്തയെ കുറിച്ചാണ് വിശദമാക്കിയില്ല. എന്താണ് സത്യമായിട്ടുള്ളത് ആണ് എന്നുള്ളത്. അപ്പൊ ഇതിൽ വാർത്ത എന്നുള്ളത് എന്താണ്? സബ്ജക്റ്റാണ്. അത് ന്യൂസ്, വാർത്തയ്ക്ക് ഇംഗ്ലീഷ് ന്യൂസ് ആണ്. ശരിക്കും ദാ വെക്കണം. ഞാൻ തൽക്കാലം ഇവിടെ ദാ ഒഴിവാക്കാണ്. നല്ല ഇംഗ്ലീഷിൽ ദാ വെക്കണം. ഇത് പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ ദാ ഒഴിവാക്കി പറയാണ്. ന്യൂസ് ഈസ് ട്രൂ. എന്താ പറയാ അതിൻ്റെ ഇംഗ്ലീഷ്? ന്യൂസ് ഈസ് ട്രൂ. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ന്യൂസ് ഈസ് ട്രൂ. നിങ്ങൾക്കറിയാം, സിമ്പിളായിട്ടൊരു 4th ടൈപ്പ് സെൻറ്റൻസ് എന്തറിയാം? സബ്ജക്റ്റ് ഇതാണ് നമുക്കറിയാം. ന്യൂസ് ഈസ് ട്രൂ അല്ലേ? ഇതാണ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ കിട്ടുന്നത്. നമുക്കറിയാം, സിമ്പിൾ സെൻറ്റൻസ് അല്ലേ അത്. ഇനി നോക്കുക, ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് വയ്ക്കാം. വാട്ട് ഹീ സെഡ്. വാട്ട് ഹീ സെഡ് എന്തായിട്ട് അർത്ഥം വരും? എങ്ങനെ അർത്ഥം എടുക്കുക? എന്ത് അവൻ പറഞ്ഞു എന്നത്. എന്ത് അവൻ പറഞ്ഞു എന്നത് എന്ന് ആ ഇത് റീപ്ലേസ് ചെയ്യുക. ന്യൂസ് എന്നുള്ളത് റീപ്ലേസ് ചെയ്യുക. അപ്പൊ എന്തായിരിക്കും അത് വരിക? എന്ത് അവൻ പറഞ്ഞു എന്നത് സത്യമായിട്ടുള്ളതാണ് ഇതാവും അല്ലെ. വാർത്തയുടെ സ്ഥാനത്ത് ഇത് വെക്കുകയാണെങ്കിൽ എന്ത് അവൻ പറഞ്ഞു എന്നത് സത്യമായിട്ടുള്ളത് ആണ്. അങ്ങനെ പറയുമ്പോൾ എന്താ ഈ ന്യൂസിന്റെ സ്ഥാനത്ത് ഈ വാചകം വന്നു അല്ലേ. അപ്പൊ ഈ വാചകം എന്തായിരിക്കും എന്ന് നിങ്ങൾ തന്നെ പറയും. എന്ത്? അത് സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു നൗണായി എന്ന് പറയും അല്ലേ. ഈ വാചകം മുഴുവൻ ഇതിന്റെ സ്ഥാനത്ത് സബ്ജക്റ്റ് ആയിട്ട് ഉള്ള ഒരു നൗണായി വന്നു എന്ന് പറയും. അപ്പൊ നൗണ് തുല്യപാട് ഇതെന്ന് പറയും അല്ലേ. അപ്പൊ അത് നൗൺ ക്ലോസ് എന്തായിട്ട് ഉപയോഗിക്കുന്നു? സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വെച്ച് ഉപയോഗിക്കാം. അപ്പൊ ഈ വാചകത്തിന്റെ ഒരു ഭാഗം മാത്രമായിട്ട് വരും ഇത്. ഈ വാചകത്തിന്റെ ഒരു ഭാഗമായ സബ്ജക്റ്റ് ഒരു ഭാഗമാണെന്നറിയാം, കേവലം ഒരു ഭാഗമായിട്ട് വരും അല്ലേ. അപ്പോ ഈ വാചകത്തിന് തനിച്ച് നിൽക്കാനുള്ള പ്രാപ്തി ഇല്ല. അത് ഈ വാചകത്തിന്റെ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ് ആശ്രിത വാക്യം. അതുകൊണ്ട് മെയിൻ വാക്യം മറ്റേതാണ്. ഇതും സത്യമായിട്ടും കൂടുതലാണ് എന്ത് മെയിൻ വാക്യം. ഓക്കെ, അപ്പോൾ നമുക്കിത് റീപ്ലേസ് ചെയ്തത് എഴുതി കാണിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എന്ത് ഒരു ഡൗൺ ക്ലോസ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതും നമുക്ക് മനസ്സിലായി. എന്ത് അവൻ പറഞ്ഞു വന്നത് സത്യമായിട്ടുള്ളത് ആണ്. അപ്പോൾ ഈ കാര്യം എന്ത് അവൻ പറഞ്ഞു വന്ന ആ കാര്യം ഇതർത്ഥം അത് എന്താണ്? ഒരു വാചകത്തെ സബ്ജക്റ്റ് മാത്രമായി അല്ല. ഇപ്പോൾ ഇതിന് അസത്യമായിട്ടുള്ളതാണ്. അപ്പൊ ഈ വാചകം മറ്റേ വാചകത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അല്ലേ.
ഒരു പണിക്കാരൻ്റെ പോലെ ഒരു മുതലാളിയും തൊഴിലാളി ഉണ്ടെങ്കിൽ മുതലാളിയുടെ ഒരു പണിക്കാരൻ മാത്രം ആയ പോലെ ഈ വാചകം വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ മുതലാളിക്കെല്ലാം സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തൊഴിലാളിക്ക് അത് ഉണ്ടാവില്ലേ? അവനാനിഷ്ടം പോലെ ജോലി ചെയ്യാതിരിക്കാനൊന്നും തൊഴിലാളിക്ക് പറ്റില്ലേ? അത് മറ്റേ മുതലാളി ആശ്രിതനാണ്, മുതലാളി സ്വാതന്ത്ര്യം എന്ന പോലെയാണത്. അപ്പോ ഈ സത്യമായിട്ടുള്ളതാണ് എന്ന വാചകത്തിന്റെ ഒരു സബ്ജക്റ്റ് മാത്രമായിട്ടാണ് ഈ വാചകം വരുന്നത് എന്ന് മനസ്സിലായി. അപ്പൊ സബ്ജക്റ്റ് ആയിട്ട് ഒരു വാചകം തന്നെ ഉപയോഗിക്കുന്നത് കണ്ടു. അപ്പൊ അതെന്തായിരിക്കും? നൗൺ ആയിരിക്കും. അതുകൊണ്ട് അത് നൗൺ ക്ലോസ് ആയിരിക്കും എന്ന് മനസ്സിലായി. അതിന് ഇംഗ്ലീഷ് നോക്കുക. വാട്ട് ഹീ സെഡ്. കണ്ട, വാട്ട് ഹീ സെഡ്, എന്ത് അവൻ പറഞ്ഞു എന്നത്, ആ കാര്യം. കണ്ട, അവൻ സെഡ് കഴിഞ്ഞിട്ട് കണ്ട ഈസ് വരുന്നത്. ചിലർ ആകെപ്പകയ്ക്കും. ഒരു വെർബ് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഈസ് വരുന്നത്. അതിൻ്റെയൊക്കെ ഒരു രഹസ്യത്തിന് വാട്ട് ഹീ സെഡ് എന്ന് വരെ ഒരു നൗണിന് തുല്യമായ വാചകമാണ്. അത് കഴിഞ്ഞിട്ട് ഈസ് ട്രൂ. കണ്ട, അപ്പൊ സെഡ്, വാട്ട് ഹീ സെഡ് ഈസ് ഒക്കെ കാണുമ്പോ പകയ്ക്കരുത്. ഇനി മനസ്സിലായ? അത് നമ്മള് വല്ല ഓരോ പീസിന്റെ അർത്ഥത്ത് വായിച്ചാൽ കൃത്യമായിട്ട് കിട്ടും. മനസ്സിലായ? അത് മനസ്സിൽ കൺഫ്യൂഷൻ വരേണ്ട ഒരു ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് കണ്ടു. ഇത് മാത്രമല്ല, ഇതുപോലെ മറ്റു വാചകങ്ങളും വേണമെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ഈ വൈ ഹി സെഡ് സോ, എന്തുകൊണ്ട് പറഞ്ഞു വന്നത് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഉപയോഗിക്കാം. എവിടെ അവ പറഞ്ഞു വന്നത് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കും. എപ്പോൾ പറഞ്ഞു വന്നത് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, കൂടെ നോക്കുക. എന്തുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞു വന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അപ്പൊ എന്തുകൊണ്ട് അവ അങ്ങനെ പറഞ്ഞു വന്നത് എല്ലാവരും അത്ഭുതപ്പെടുത്തി എന്ന വാചകം നോക്കുകയാണെങ്കിൽ അതിൽ ചോദ അക്ഷരത്തിൽ എഴുതിയിട്ടുള്ളത് ഒരു വാചകം തന്നെയാണ്. ആ സംഗതി, അതായത് എന്തുകൊണ്ട് അവ അങ്ങനെ പറഞ്ഞു വന്നത് എല്ലാവരും അത്ഭുതപ്പെടുത്തി. അപ്പൊ എല്ലാവരും അത്ഭുതപ്പെടുത്തി എന്താണ് ഈ സംഗതി അല്ലേ? അപ്പൊ ഇത് ഈ വാചകം ഇതൊരു സബ്ജക്റ്റ്. ഈ ഇതെല്ലാവരും അത്ഭുതപ്പെടുത്തി എന്ന വാചകത്തിന്റെ ഒരു സബ്ജക്റ്റാണ് മുമ്പിലത്തത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് കമ്പയർ ചെയ്ത് നോക്കുക. വാർത്ത എല്ലാവരും അത്ഭുതപ്പെടുത്തി എന്ന വാചക സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? അവർ അത്ഭുതപ്പെടുത്തിയത് എന്താണ്? വാർത്തയാണ്. അപ്പൊ അതാ വാർത്തയാണ് പണി ചെയ്തത്. അതുകൊണ്ട് വാർത്ത സബ്ജക്റ്റ്, അത്ഭുതപ്പെടുത്തി വെർബ്, ഓൾ എന്നതിലുള്ള ഓബ്ജക്റ്റ്, എല്ലാവരും ഓബ്ജക്റ്റ് എന്നറിയാം. അപ്പൊ അതിന് ഇംഗ്ലീഷ് ന്യൂസ് അസ്റ്റോണിഷ്ഡ് ഓൾ എന്നാണ് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പൊ ന്യൂസ് വാർത്ത എല്ലാവരും അത്ഭുതപ്പെടുത്തി, വാർത്തയാണ് അതിൽ സബ്ജക്റ്റ്. അപ്പൊ ഇതിലെ സബ്ജക്റ്റ് ഏതായിരിക്കും? എന്തുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞു വന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അല്ലേ? അപ്പൊ ഇതിന്റെ സബ്ജക്റ്റ് ഇതാണെങ്കിൽ ഈ മറ്റേ വാചകത്തിന്റെ സബ്ജക്റ്റ് ആ ചുവന്നതായിരിക്കുമല്ലോ. അപ്പൊ അതൊരു വാചകം തന്നെയാണ്. മനസ്സിലായി? ഇനി അപ്പൊ ന്യൂസ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയുള്ളത് എന്താ? ന്യൂസ് അസ്റ്റോണിഷ്ഡ് ഓൾ, വാർത്ത എല്ലാവരും അത്ഭുതപ്പെടുത്തി. അതിന്റെ ഇംഗ്ലീഷ് എന്താ? ന്യൂസ് അസ്റ്റോണിഷ്ഡ് ഓൾ. അപ്പോ എന്തുകൊണ്ട് അവ അങ്ങനെ പറഞ്ഞു വന്നത് എല്ലാവരും അത്ഭുതപ്പെടുത്തി എന്നുള്ളത് ആവുമ്പോ ഈ എന്തുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞു വന്നത് ഇംഗ്ലീഷ് ആണല്ലോ സബ്ജക്റ്റ് ആയിട്ട് വരിക. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ്, ഇതിന്റെ ന്യൂസ് മാറ്റി ഇതിന്റെ ഇംഗ്ലീഷ് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ വാചക തർജ്ജമയായില്ലേ? അപ്പൊ വൈ ഹി സെഡ് സോ, അതിന്റെ അർത്ഥം അറിയാം നമുക്ക്. എന്താണ് താഴെ ഇതിന്റെ? എന്തുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞു വന്നത്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അവൻ എന്തുകൊണ്ട് പറഞ്ഞു വന്നത് കണ്ട, അത് കഴിഞ്ഞിട്ടാണ് അസ്റ്റോണിഷ്ഡ് ഓൾ, എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അപ്പോ വെർബ് ഇത്, ഒബ്ജക്റ്റ് ഇത്, ഈ വെർബിന്റെ സബ്ജക്റ്റ് ഇത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഒരു നൗൺ ക്ലോസ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് കണ്ടു അല്ലേ? ഇതുപോലെ വെൻ മാറ്റി വേറെ വയ്ക്കുകയാണെങ്കിൽ എന്താർത്ഥം പറയാ? വേർ ഹി സെഡ് സോ അസ്റ്റോണിഷ്ഡ് ഓൾ, എവിടെ വെച്ചാ അങ്ങനെ പറഞ്ഞു വന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഇനി വെൻ ഇത് മാറ്റി വെൻ വെച്ചാലോ എന്തായിരിക്കും? നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയ. വെൻ ഹി സെഡ് സോ അസ്റ്റോണിഷ്ഡ് ഓൾ, എപ്പോൾ അവ അങ്ങനെ പറഞ്ഞു വന്നത്
എല്ലാവരും അത്ഭുതപ്പെടുത്തി. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് ഡൗൺ ക്ലോസ് ഇതിന്റെ വാചകത്തിലെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഈ വാചകം ഇപ്പോൾ കേവലം ഈ ഒരു വാചകത്തിന്റെ ഒരു സബ്ജക്റ്റ് മാത്രമാണ്. അപ്പൊ സ്വന്തമായിട്ട് നിലനിൽപ്പില്ല. ഇതിന്റെ ഒരു ഭാഗമായിട്ട് എല്ലാം കേട്ട് അനുസരിച്ച് നിൽക്കുന്ന ഒരു വേലക്കാരനെ പോലെ ഇതിന്റെ ഒരു ഭാഗമായി നിൽക്കാനായി അതിന് നിവൃത്തിയുള്ളൂ. അവനൊരു ആശ്രിതനാണ്. അതൊരു ആശ്രിതവാക്യാണ്, സ്വതന്ത്രവാക്യമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെ സ്വതന്ത്രവാക്യമല്ലാത്ത വാചകവും സ്വതന്ത്രവാക്യം കൂടി നിൽക്കുന്നതാണ് കോംപ്ലക്സ് സെന്റൻസ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാക്കിയതാണ്. അപ്പൊ ഇതൊരു അടിപൊളി കോംപ്ലക്സ് സെന്റൻസ് ആണെന്ന് മനസ്സിലായല്ലോ. എങ്ങനെ അർത്ഥം എടുക്കുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ ഒരു വിധമൊക്കെ നമ്മുടെ ഡൗൺ ക്ലോസിനെ കുറിച്ചുള്ളത് പഠിച്ചു. ഈ മറ്റ് പ്രധാനപ്പെട്ട ഒരു നൗൺ ക്ലോസ് ഉണ്ടാക്കുന്നതിനുള്ള കൺജക്ഷനാണ് ഇഫ് വെദർ. അതൊരു പ്രത്യേക അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് ഒന്ന് നമുക്ക് പ്രത്യേകം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇഫും വെദറും, ആ വെദർ എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾ എഴുതി തന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഓ എന്ത് എന്താണ് വരിക? ഓ എന്ന്, അല്ലെങ്കിൽ ഓ എന്നത്. അത് എന്താ ഇങ്ങനൊരു അർത്ഥം ഓ എന്നത് എന്ന് തോന്നാം. അത് വാചകം എഴുതും, നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താന്നുള്ളത്. ഇഫ് എന്ന കൺജക്ഷനും നൗൺ ക്ലോസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ ഓ എന്ന് അല്ലെങ്കിൽ ഓ എന്നത് ആണ് അർത്ഥമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ശരിക്കും അതിന്റെ ഇഫിന് എങ്കിലാണ് പഠിച്ചിട്ടുള്ളത്. അത് കൂടാതെ ഡൗൺ ക്ലോസ് ഉണ്ടാക്കുമ്പോൾ ഇഫിന് എന്താണ് അർത്ഥം? ഓ എന്ത് അല്ലെങ്കിൽ ഓ എന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെദറിനോ ഇതേ അർത്ഥം തന്നെയാണ്, അത് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഇഫ് വെദർ അല്ലെങ്കിൽ ഇഫ് വെച്ച് അങ്ങനെ വാചകം ഉണ്ടാക്കുന്നത് 1-2 ഉദാഹരണം കാണിച്ചു തരാം. വിശദമായിട്ട് നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് എന്നുള്ളൊരു ഭാഗം പഠിക്കുമ്പോൾ ഇതിന്റെ പ്രയോഗം കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാകും എന്നതിനാൽ ആ സമയത്ത് വിശദീകരിച്ചിരുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് വിശദമായിട്ട് അപ്പോൾ പഠിക്കുക. ഇപ്പൊ തൽക്കാലം ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്ന തരത്തിൽ 1-2 വാചകങ്ങൾ നോക്കാം. ആ ബോർഡിൽ ഞാൻ ഈ വെദറിന്റെയും ഇഫിന്റെയും അർത്ഥം എഴുതിയിട്ട് ഓ എന്നത് ഓ എന്നത് പറഞ്ഞാൽ ഓ പ്ലസ് എന്ത് എന്നുള്ള ശബ്ദം. ഓ എന്ന ശബ്ദത്തിനോട് എന്ന് ചേരുമ്പോൾ ഓ എന്നതാവുക. അതുപോലെ നിങ്ങൾക്ക് അറിയാം ഓ എന്നത് എന്നുള്ളത് ഓ എൻ പ്ലസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതിന് താഴെ ദാറ്റ് എന്നൊരു വാക്കിന്റെ അർത്ഥം കൂടി എഴുതിയിട്ടുണ്ട്. കാരണം പരസ്പരം തെറ്റി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെദറും ഓ എന്നതും മറ്റേത് വെറും എന്നത് മാത്രമാണ്, അല്ലെങ്കിൽ എന്നത്. അപ്പൊ എന്താണ് അങ്ങനെ ഒരു അർത്ഥം? ആ അർത്ഥ വ്യത്യാസം എന്ത് എന്ന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ തെറ്റി ഉപയോഗിക്കും കുട്ടികൾ. അതൊരു ഞാൻ പലപ്പോഴും കണ്ടിട്ട്, അതുകൊണ്ടൊന്ന് വിശദമാക്കാന്ന് പറഞ്ഞു. അത് ചെറിയൊരു സംഭവം ഞാൻ പറയാം. അപ്പൊ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പൊ സുഹൃത്തിന്റെ പേര് ഞാനൊന്ന് മാറ്റി പറയട്ടെ, ജോഷിതാണ്. കാരണം അവന്റെ ഒരു ചെറിയ ചാബല്യമായ ചില കാര്യത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഒറിജിനൽ പേര് പറയാൻ പാടില്ലല്ലോ. കാരണം അന്നത്തെ കാലത്തെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അതൊക്കെ ഒരു രസം, അത്രയുള്ളൂ. അവൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പെൺകുട്ടിയായിട്ട് പ്രേമുണ്ടായിരുന്നു. അത് സബലീകരിച്ചൊന്നുമില്ല. പിന്നെ ഇതൊക്കെ കോളേജൊക്കെ പിരിഞ്ഞതിന് ശേഷം 5-10 കൊല്ലത്തിന് ശേഷം കാണുമ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചു, അവൾ ആരെങ്കിലും കല്യാണം കഴിച്ചോ? ആ ചോദ്യം അപ്പൊ അവൻ അവൾ ആരെങ്കിലും കല്യാണം കഴിച്ചോ എന്നുള്ള എന്താണ് ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതൊരു ചോദ്യവാചകമാണ് അല്ലേ. ഞാൻ ഉത്തരം പറയുകയാണെങ്കിൽ അവൾക്ക് അറിയാമെങ്കിൽ, കഴിച്ചു എന്നൊക്കെ അറിയാമെങ്കിൽ അവൾ ഒരാളെ വിവാഹം കഴിച്ചു എന്ന് ഉത്തരം പറയും. അപ്പൊ അത് ഉത്തരമായിട്ടുള്ള വാചകമാണ്. ഏത്? അവൾ ഒരാളെ വിവാഹം കഴിച്ചു എന്നുള്ള ഉത്തരമായിട്ടുള്ള വാചകമാണ്. അവൾ ഒരാൾ വിവാഹം കഴിച്ചോ ചോദ്യമായിട്ടുള്ള വാചകങ്ങളാണ് അല്ലേ. അപ്പോ അവൾ ഒരാളെ വിവാഹം കഴിച്ചുവോ എന്നുള്ളത്
ചോദ്യവാചകവും അവൾ ഒരാളെ വിവാഹം കഴിച്ചു എന്നുള്ള ഉത്തരവാചകവുമാണ്. അല്ലേ? ഉത്തരവാചകവുമാണ്. ഈ അതിന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ്മെന്റ്, ഉത്തരവാചകത്തെ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ഒക്കെ പറയുക, അല്ലെങ്കിൽ മനസ്സിലായി, അങ്ങനെയാണ് പറയുക. അതേ സമയത്ത് മറ്റേ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഈ യെസ് ഓർ നോസ് ക്വസ്റ്റ്യനിൽ പെട്ടിട്ടുള്ള ചോദ്യം അതെ അല്ലെങ്കിൽ ഉവ്വ എന്ന് പറഞ്ഞ ഉത്തരവാദി. അവൾ ഒരാളെ വിവാഹം കഴിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും വിവാഹം കഴിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു ചോദ്യമാണ്. ഒരു സംശയം തീർക്കാൻ ചോദിക്കുന്നതാണ്. അതേന്നോ ഉവ്വെന്നോ അറിയാനുള്ള ഒരു ജിജ്ഞാസ കൊണ്ട് ആ സംശയം തീർക്കാൻ ചോദിക്കുന്ന ചോദ്യം ആണ്. അതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നാണ് പറയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാചകങ്ങളുണ്ട്, ഉത്തരമായിട്ട് വരുന്ന വാചകങ്ങളുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായി? ആ ബോർഡിൽ എഴുതാം, അതിന് പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുക, എൻ്റെ കൂട്ടുകാരൻ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്: അവൾ ആരെയെങ്കിലും വിവാഹം കഴിച്ചുവോ? എനിക്കത് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ എനിക്ക് ഉത്തരം പറയേണ്ടത് അവൾ ഒരാളെ വിവാഹം കഴിച്ചു. അവൾ ആരോ ഒരാളെ വിവാഹം കഴിച്ചു. അത്ര എനിക്കറിയാമെങ്കിൽ ഞാൻ അങ്ങനെ പറയും, അല്ലേ? അല്ലെങ്കിൽ പറയും എനിക്കറിയില്ല എന്ന് പറയും. എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് വേണം ചിലപ്പോൾ ഇങ്ങനെ ഉത്തരം പറയും: അവൾ ആരും ഒരു വിവാഹം കഴിച്ചു എന്ന് എനിക്കറിയാം. അങ്ങനെ ഒന്ന് വിശദമായിട്ട് ഉത്തരം പറയും, അല്ലേ? അതുപോലെ എനിക്കറിയില്ല എന്നുള്ളത് വേണമെങ്കിൽ അവൾ ആരെങ്കിലും വിവാഹം കഴിച്ചോ എന്നത് എനിക്കറിയില്ല, അങ്ങനെ പറയുമല്ലോ. അപ്പോൾ ആദ്യം അങ്ങനത്തെ ഉത്തരം എങ്ങനെ പറയും നോക്കാം. എന്ത്? എനിക്കറിയാം അവൾ ആരോ ഒരാളെ വിവാഹം കഴിച്ചു എന്ന് എനിക്കറിയാം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ വാചകം എടുക്കുക: അവൾ ആരോ ഒരാളെ വിവാഹം കഴിച്ചു. അതെനിക്കറിയാമെങ്കിൽ അങ്ങനെ ഉറപ്പിച്ച് പറയാം. ഈ വാചകവും എനിക്കറിയാമെന്ന വാചകം കൂട്ടി പറയാം, അല്ലേ? അവൾ ആരോ ഒരാളെ വിവാഹം കഴിച്ചു എന്ന വാചകവും എനിക്കറിയാമെന്ന വാചകം കൂട്ടി പറയാമെങ്കിൽ അതെങ്ങനെയാണ് പറയാം? നമുക്കറിയാം. എന്ന് ഉപയോഗിച്ച് എളുപ്പം അത് കൂട്ടി പറയാം. അവൾ ആരോ ഒരാളെ വിവാഹം എന്ന് ചേർക്കുമ്പോൾ കഴിച്ചുവെന്ന് എനിക്കറിയാം എന്നോ. അതേസമയം എനിക്കറിയില്ല വിചാരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉത്തരം പറയാം? ഈ രണ്ടാമത്തെ വാചകങ്ങൾ, ചുവന്ന രണ്ട് എഴുതിയില്ല, അതിൽ പറയുന്ന ഒന്നാമത്തെ വാചകവും രണ്ടാമത്തെ വാചകം കൂട്ടി പറയും: അവൾ ആരെങ്കിലും വിവാഹം കഴിച്ചുവോ? എനിക്ക് അറിയില്ല. ഇത് രണ്ടും കൂട്ടി പറയുകയാണെങ്കിൽ എങ്ങനെ പറയാ? അവൾ ആരെയെങ്കിലും വിവാഹം കഴിച്ചുവോ എന്ന്, അല്ലേ? കഴിച്ചു എന്ന് പറഞ്ഞാൽ ശരിയല്ല, കഴിച്ചുവോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇവിടെ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് പറയാം എന്നല്ല വരേണ്ടത്, കഴിച്ചുവോ എന്ന്. ആ ചോദ്യം അല്ലേ, നിന്റെ ആ ചോദ്യം ഉത്തരം അറിയില്ല എന്നർത്ഥത്തിൽ പറയുക. ആ ചോദ്യം കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി, കഴിച്ചുവോ എന്ന്. അപ്പൊ ഇവിടെ വരുമ്പോ ഈ വാചകത്തിൽ പറയുമ്പോ എങ്ങനെയാണ് വരിക? രണ്ടു തരത്തിൽ ഉത്തരം പറയാം. ഒന്ന്, അവൾ ആരോ ഒരാളെ വിവാഹം കഴിച്ചു എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഇങ്ങനെ ഉത്തരം പറയാം: ആ സംശയം നിലനിർത്തിക്കൊണ്ട് അറിയില്ല എന്ന് പറയും. അവൾ ആരെയെങ്കിലും വിവാഹം കഴിച്ചുവോ എന്ന ചോദ്യം, ഒരു സംശയം വരുമ്പോഴല്ലേ ഒരു ചോദ്യം ചോദിക്കുക, അല്ലേ? അവൻ വിവാഹം കഴിച്ചോ, എനിക്ക് ഉറപ്പില്ലെങ്കിൽ ചോദ്യം ചോദിക്കുക. ആ സംശയം നിലനിർത്തിക്കൊണ്ട് ഒരു ചോദ്യം ആയിക്കോട്ടെ, ചോദ്യ രൂപേണ ഉത്തരം പറയാം. അവ വിവാഹം കഴിച്ചുവോ എന്ന് എനിക്കറിയില്ല. ആ ചോദ്യത്തിന് ഉത്തരം എനിക്കറിയില്ല എന്നർത്ഥത്തില് കഴിച്ചുവോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ പറയാം, അറിയില്ലെങ്കിൽ, അല്ലേ? അപ്പോ ഇത് ഒരു തരത്തില് വരുമ്പോ
കറക്റ്റ് ഉത്തരമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉത്തരമുണ്ടെങ്കിൽ എന്ന് ചേർത്തിട്ടാണ് അവൾ ഒരാൾ വിവാഹം കഴിച്ചു എന്ന വസ്തുത സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് ഉത്തരവാണ്, ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയും? അവൾ ഒരാൾ വിവാഹം കഴിച്ചു എന്ന് എനിക്കറിയാം എന്ന് പറയും. അറിയില്ലെങ്കിൽ എനിക്ക് സംശയമാണ്, അത് ഉറപ്പില്ലേ. അപ്പം പറയാ അവൾ ആരെയെങ്കിലും ഒരാളെ വിവാഹം കഴിച്ചുവോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് പറയാം. കഴിച്ചു എന്ന് എനിക്കറിയില്ല എന്നല്ല, കഴിച്ചുവോ എന്ത്. അപ്പൊ ചില സ്ഥലങ്ങളിൽ എന്ത് എന്നും ചില സ്ഥലങ്ങളിൽ ഓ എന്നും വിൽക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ ഓ എന്ന് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വെദർ ഓർ ഇഫ് വയ്ക്കുക, അല്ലാത്ത സ്ഥലങ്ങളിൽ എന്ത് വയ്ക്കുക? ദാറ്റ് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് ഇംഗ്ലീഷ് ആക്കുമ്പോൾ എനിക്ക് ഒരു വിവാഹം കഴിച്ചു എന്ന് ഇത് ഇവിടെ ഇതിലാക്കുമ്പോ കഴിച്ചുവോ എന്ന്. അപ്പൊ ആദ്യവാചകം വെക്കുമ്പോ അവൾ ആരോ ഒരാൾ വിവാഹം കഴിച്ചു പ്ലസ് കഴിച്ചുവെന്ന് എനിക്കറിയാം. അവിടെ ദാറ്റ് വെക്കേണ്ടത്. ഈ വാചകം ഇംഗ്ലീഷിലാക്കുമ്പോൾ ദാറ്റും, ഈ അവൾ ആരെയെങ്കിലും വിവാഹം കഴിച്ചുവോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വരുമ്പോ ഇതിൽ വെക്കാതായിരിക്കും. നിങ്ങൾ എന്നെ പറയും വെദർ അല്ലെങ്കിൽ ഇഫ് അല്ലേ. അപ്പൊ എനിക്കറിയാം എന്ന വാചകം വെച്ച് നമുക്ക് നേരത്തെ പഠിച്ചു. ഐ നോ, ഇതറിയാം അല്ലേ. ഐ നോ ദാറ്റ് ഹി മാരീഡ് സംവൺ. ആദ്യത്തെ ഇംഗ്ലീഷ് ആക്കുമ്പോൾ ഐ നോ. അപ്പോൾ ഫസ്റ്റിൻ്റെ ട്രാൻസ്ലേഷനും രണ്ടാമത്തെ ട്രാൻസ്ലേഷനും ഞാനിവിടെ എഴുതിയിടാം. അപ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമാവും. ഓക്കെ, ഇവിടെ നോക്കുക. ഒന്നാമത്തെ വാചകത്തിന്റെ തർജ്ജമ ഐ നോ ദാറ്റ് ഹി മാരീഡ് സംവൺ. അവൾ ഒരാളെ വിവാഹം കഴിച്ചു എന്ന് എനിക്കറിയാം. അറിയില്ലെങ്കിൽ പറയാ ഐ ഡോണ്ട് നോ വെദർ അല്ലെങ്കിൽ ഇഫ് വെച്ചിട്ട് ഹി മാരീഡ് സംവൺ. ഐ ഡോണ്ട് നോ വെദർ അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് ഷീ മാരീഡ് സംവൺ. അപ്പൊ ഇങ്ങനെ അർത്ഥം എടുക്കാൻ വെച്ചാൽ അവൾ എങ്കിലും വിവാഹം കഴിച്ചുവോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായ? അപ്പോൾ ഒരു സംശയം വരുമ്പോൾ ഉണ്ടാവുന്ന ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യഭാവം ഉൾപ്പെടുത്തി നമ്മൾ വാചകം കൂട്ടി പറയുമ്പോൾ ഓ എന്ന് പറഞ്ഞു. അവൻ വിവാഹം കഴിച്ചുവോ എന്ന് എനിക്കറിയില്ല, ആ ചോദ്യത്തിന് ഉത്തരം എനിക്കറിയില്ല എന്ന മട്ടിൽ വയ്ക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? അപ്പോൾ സംശയ രൂപത്തിലുള്ള ഒരു ചോദ്യത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഒരു ഡൗട്ട് ക്ലോസ് ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് എന്ത് വരിക? ഓ എന്ന് ചേർക്കുക. അവിടെ വിഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കാം. അതാണ് നമ്മൾ കണ്ടത്. ദാറ്റ് വെറുതെ ഒരു ശരിയായ കാര്യം, അറിയുന്ന ഒരു കാര്യം, വ്യക്തമായ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഉത്തരവാക്യത്തോടു കൂടി ചേർക്കുമ്പോൾ, അപ്പോൾ ഇത് ദാറ്റ് വരുന്നത് ഉത്തരഭാവമാണ് അതിനുണ്ടായിരിക്കുക. മറ്റത്തിൽ ഇതിനൊരു ചോദ്യഭാവമാണ് ഉണ്ടായിരിക്കുക. അത് തിരിച്ചറിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ എളുപ്പമായി ഉദാഹരണത്തിന് മനസ്സിലാക്കിയത് വിചാരിക്കുന്നു. കൂടുതലായിട്ട് ഞാനിത് റിപ്പോർട്ട് സ്പീച്ച് വരുമ്പോൾ വിശദമായിട്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ കൂടുതൽ വ്യക്തമാവും. ഇപ്പോൾ സമയക്കുറവ് ധൃതിയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും വീഡിയോയുടെ എന്തെങ്കിലും വളരെയധികം നീണ്ടുപോയി. അതുകൊണ്ട് നമുക്ക് ഈ ഡൗട്ട് ക്ലോസിൽ പഠനം അടുത്ത ക്ലാസ്സിൽ കൂടി അല്പം തുടരാം. അപ്പോൾ ഇപ്പൊ തന്നെ സമയം വളരെ അധികരിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി ഞാൻ കോംപ്ലക്സ് സെന്റൻസ് അവസാനിപ്പിക്കാമെന്നാണ് കരുതിയിരുന്നത്. അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി ഈ നൗൺ ക്ലോസിനെ കുറിച്ച് പഠിക്കുകയും അതിനുശേഷം നമുക്ക് കോമ്പൗണ്ട് സെന്റൻസുകൾ എന്താണെന്ന് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.